കൃഷ്ണ, നന്ദനത്തില് ബാലാമണിക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത പോലെ എന്റെ ഈ സെറ്റും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് തരുമോ? ഇനി ആ പുള്ളിക്കുത്തൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. വേറെ എന്തെങ്കിലും നല്ല ഡിസൈൻ, വല്ല എന്തെങ്കിലും സ്പെഷ്യൽ പൂക്കളോ താമരപ്പൂവോ മയിൽപ്പീലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് തരണേ. ആരോടെ വർത്താനം പറയുന്നത്? കൃഷ്ണന്റെ മുന്നിലാണോ വന്ന് നിൽക്കുന്നത്? കൃഷ്ണനോ? ഞാൻ കാണില്ലല്ലോ. എന്ത് കൃഷ്ണൻ? കാണില്ലേ, ദുഷ്ടന്മാർക്ക് കാണാൻ പറ്റില്ല. അങ്ങോട്ട് മാറിക്കൂ. ചിരിക്കണില്ലേ, ഇത്തിരി ക്യൂട്ടാ. മാറി നിക്കൂ. ആരോടെ ഈ വർത്താനം പറയുന്നത്? കൃഷ്ണന് വിശക്കുന്നുണ്ടാവും, വിഷം എണ്ണ എടുത്ത് കൊടുക്കട്ടെ. അയ്യോ സാർ, കൃഷ്ണനല്ലേ നന്ദനത്തിലുണ്ടായിരുന്നേ? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷായി. ഫോട്ടോ എടുക്കാൻ സാറെപ്പോ പോലീസായ ഇതില് അഭിനയിക്കായിരിക്കും പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ശരി. അയ്യോ സന്തോഷം, ഭയങ്കര സന്തോഷം കണ്ടേല്. താങ്ക് യു. പോട്ടെ. ഓളന്ന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി വലിയ അബദ്ധമായി പോയല്ലോ. കൃഷ്ണ, അതെ, അപ്പുറത്തെ വീട്ടിലെ രേഖേച്ചി ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് അണിഞ്ഞൊരുങ്ങി പോവാൻ നിന്നാ അപ്പ വരും. എങ്ങോട്ടൊക്കെയാ വീണേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു നോട്ട. ഹോ, അതിൽ തീർന്നു. എന്തോരു കണ്ണേറാന്നറിയോ. അതുകൊണ്ടേ അവരുടെ ഇടത്തെ കണ്ണും വലത്തെ ചെവി അങ്ങ് കുത്തിപ്പൊട്ടിച്ചേക്കും. പിന്നെ എങ്ങോട്ട് പോകാനും വേണ്ട, കാലും ഒന്ന് ഓടിച്ചിട്ടേ. ഒരു ശല്യാച്ചിട്ടാ. അതുപോലെ നമ്മുടെ എന്റെ ഒരു ഏടത്തിയമ്മ ഉണ്ട്. ഓ അതെ, ഈ ആരോടാ ഇപ്പൊ ഈ വർത്താനം പറഞ്ഞു കൊടുക്കുന്നേ? കൃഷ്ണനോട്. അങ്ങനെ ഒരാളിപ്പോ എന്റെ മുന്നിലില്ല. നീ കണ്ടത് നന്ദനത്തിലെ കൃഷ്ണനെ. അത് എപ്പോഴാ കണ്ടത്? ഇങ്ങോട്ടൊക്കെ ആ ഷൂട്ടിന്റെ സമയത്ത് വന്നപ്പോഴല്ലേ കണ്ടത്. അത് എഡിറ്റ് ലാൻഡ് പ്രൊഡക്ഷൻസ് കുക്കു ടിവിക്ക് വേണ്ടി ചെയ്യുന്ന കേരള പോലീസ് ഡയറി എന്ന് പറഞ്ഞ ഷൂട്ടിനാണ് ഈ വന്നത്. അന്ന് കണ്ട കൃഷ്ണൻ എന്ന് പറഞ്ഞ കൃഷ്ണനായിട്ട് അഭിനയിച്ച ആള് അരവിന്ദ് ആകാശ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അയാളിപ്പോ അതിനകത്ത് അഭിനയിക്കുന്നത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ വേഷമാണ്. അതാ കണ്ട, അല്ലാണ്ട് കൃഷ്ണനെ അല്ല നീ കണ്ടിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കി. കൃഷ്ണൻ നമുക്ക് വരും, അത് സത്യമാണ്. നമുക്ക് ആപത്തുള്ള സമയത്ത് സഹായിക്കാനൊക്കെ വരും. പക്ഷേ ഈ ഇപ്പൊ പറഞ്ഞ മാതിരി രേഖേച്ചിന്റെ കണ്ണ് പൊട്ടിക്കാനും കാത് പൊട്ടിക്കാനും ഈ പറയുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേലക്കാരനല്ല കൃഷ്ണൻ. നമുക്കൊരു ആപത്ത് വരുന്നുണ്ട്, ഒരു ദുഃഖം വരുന്നുണ്ട്, അത് അത്രയും നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ് നമുക്ക് തോന്നുന്ന സമയത്ത് കൃഷ്ണൻ ഇവിടെ വരും, നമുക്ക് സഹായിക്കും. സത്യ. അപ്പൊ ഒരു ആപത്ത് വന്നാ ഭഗവാൻ സഹായിക്കുന്ന ഉറപ്പാണല്ലോ. ഒരു സംശയം വേണ്ട. എന്റെ കൃഷ്ണ, ഈ ആപത്തുനിന്ന് എന്നെ ഒന്ന് സഹായിക്കണേ.